യു.ഡി.എഫ് സർക്കാരിൽ ക്യാബിനറ്റ് റാങ്ക് പദവികൾക്ക് കടുത്ത മത്സരം. ഭരണപരിഷ്കാര കമ്മീഷൻ മുതൽ ഡൽഹി പ്രതിനിധി വരെ രാഷ്ട്രീയ ചർച്ചകൾ സജീവം. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തിന് വാശിയേറിയ മത്സരം. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു.ഡി.എഫ് സർക്കാർ അധികാരം ഏറ്റെടുത്ത 6 ആഴ്ച പിന്നിടുമ്പോൾ മന്ത്രിസഭയ്ക്ക് പുറത്തുള്ള ക്യാബിനറ്റ് റാങ്ക് പദവികളിലേക്കുള്ള നിയമനങ്ങൾ മുന്നണിക്കുള്ളിൽ പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഭരണപരിഷ്കാര കമ്മീഷൻ, സംസ്ഥാന ആസൂത്രണ ബോർഡ്, ന്യൂനപക്ഷ കമ്മീഷൻ, ഡൽഹിയിലെ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി എന്നീ നിർണായക സ്ഥാനങ്ങളിലേക്കാണ് വിവിധ ഘടക കക്ഷികൾ അവകാശവാദം ശക്തമാക്കുന്നത്. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ അധ്യക്ഷനായിരുന്ന കേരള ഭരണ പരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത്. ഭരണ സംവിധാനത്തിൽ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്ന ഈ കമ്മീഷന്റെ തലവൻ ക്യാബിനറ്റ് റാങ്ക് പദവിയാണ്. ഈ സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് മുൻ മന്ത്രിയായ ഡോക്ടർ എം.കെ. മുനീറിന്റെ പേര് നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കേരള കോൺഗ്രസ് മുൻ മന്ത്രി പി.ജെ. ജോസഫിനെ കമ്മീഷൻ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിരിക്കുകയാണ്. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം ലഭിക്കാത്ത പക്ഷം കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ പദവിയിലേക്ക് പി.ജെ. ജോസഫിനെ പരിഗണിക്കണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വന്നിട്ടുണ്ട്. അതും സാധ്യമാകാത്ത പക്ഷം സംസ്ഥാന കാർഷിക മേഖലയെ ആധുനിക വൽക്കരിക്കുന്നതിനുള്ള ശുപാർശകൾ സമർപ്പിക്കുന്ന പ്രത്യേക കാർഷിക പരിഷ്കരണ പാനലിന്റെ തലവനായി ജോസഫിനെ നിയമിക്കണമെന്ന ആവശ്യവും ഉയരുന്നു. ഇതിനിടെ ജോസഫിനെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാക്കിയാൽ ഡോക്ടർ എം.കെ. മുനീറിനെ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷനാക്കാമെന്ന സമവായ നിർദ്ദേശവും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാവുകയാണ്. 2 ക്യാബിനറ്റ് റാങ്ക് നിയമനങ്ങളിൽ ഒന്നെങ്കിലും മുസ്ലിം ലീഗിന് ലഭിക്കണമെന്നതാണ് പാർട്ടിയുടെ നിലപാടെന്നാണ് റിപ്പോർട്ടുകൾ. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാൻ സ്ഥാനവും ശ്രദ്ധേയമായ നിയമനങ്ങളിൽ ഒന്നാണ്. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയായ കെ.എം. ചന്ദ്രശേഖറിന്റെ പേരാണ് ഈ സ്ഥാനത്തേക്ക് പ്രധാനമായി പരിഗണിക്കപ്പെടുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആസൂത്രണ ബോർഡിനെ നയിച്ച പരിചയമുള്ള ചന്ദ്രശേഖർ നിലവിലെ സർക്കാരിന്റെ ധനകാര്യ സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം തയ്യാറാക്കിയ വിദഗ്ധ സമിതിയുടെയും അധ്യക്ഷനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാധ്യതകൾ ശക്തമാണെന്നാണ് വിലയിരുത്തൽ. ധവളപത്ര സമിതിയിലെ അംഗവും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷന്റെ മുൻ ഡയറക്ടറുമായ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ഡി നാരായണയ്ക്കും പുനഃസംഘടിപ്പിക്കുന്ന ആസൂത്രണ ബോർഡിൽ പ്രധാന ചുമതല ലഭിച്ചേക്കുമെന്നാണ് സൂചന. അതേസമയം മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസണും ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനത്തിനോ അല്ലെങ്കിൽ കിഫ്ബി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനത്തിനോ വേണ്ടി ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പരമ്പരാഗത വികസന പദ്ധതികൾ തയ്യാറാക്കുന്ന സ്ഥാപനം എന്ന നിലയിൽ മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗിന്റെ മാതൃകയിൽ ദീർഘകാല നയരൂപീകരണത്തിനും സാമ്പത്തിക ആസൂത്രണത്തിനും നേതൃത്വം നൽകുന്ന സ്ഥാപനമായി സംസ്ഥാന ആസൂത്രണ ബോർഡിനെ മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്രമന്ത്രി കെ.വി. തോമസ് രാജിവെച്ചതിനെ തുടർന്ന് ഒഴിവായ കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി സ്ഥാനവും രാഷ്ട്രീയ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന നിയമനമാണ്. ഈ സ്ഥാനത്തേക്ക് മുൻ കേന്ദ്രമന്ത്രിയും മുൻ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനുമായ പി.ജെ. കുര്യൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. അതേസമയം തിരുവനന്തപുരം എം.പി. ശശി തരൂരും ഈ ചുമതലയിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് തുടങ്ങിയ ഘടകകക്ഷികളുടെ പ്രാതിനിധ്യം, പ്രാദേശിക സമവാക്യങ്ങൾ, സാമുദായിക സന്തുലിതാവസ്ഥ, ഭരണപരിചയം എന്നിവയെല്ലാം കണക്കിലെടുത്തായിരിക്കും അന്തിമ തീരുമാനങ്ങളെന്ന് യു.ഡി.എഫ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മന്ത്രിസഭാ രൂപീകരണത്തിന് ശേഷം നടക്കുന്ന ഏറ്റവും നിർണായക രാഷ്ട്രീയ നിയമനങ്ങളായതിനാൽ വരും ദിവസങ്ങളിൽ മുന്നണി നേതൃത്വത്തിന്റെ തീരുമാനങ്ങളിലേക്കാണ് രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ. അധികാര പങ്കിടലും ഘടകകക്ഷികളുടെ തൃപ്തിയും ഒരുപോലെ ഉറപ്പാക്കുന്ന തരത്തിലുള്ള നിയമനങ്ങളാകുമോ എന്നതാണ് ഇനി ഉറ്റുനോക്കപ്പെടുന്നത്.